ബൺ മസ്ക ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഐറ്റം ആദ്യമായി കൊണ്ട് ഉണ്ടാക്കി അവതരിപ്പിച്ചത് ആരാണെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത കുറേ ആളുകൾ മുംബൈയുടെ തെരുവുകളിൽ ആരംഭിച്ച ഇറാനിയൻ കഫേകളിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. മുംബൈയുടെ തെരുവുകളിൽ പല ബിൽഡിങ്ങുകളുടെയും കോർണറുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ മുസ്ലിം സമൂഹത്തിലും അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിലുള്ള ആളുകൾ അതത്ര നല്ല സ്ഥലമല്ല എന്ന് കണ്ട് ഒഴിവാക്കിയിട്ടിരുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതാണ് സെറസ്ട്രിയൻ മതത്തിൽപ്പെട്ട ഈ ഇറാനിൽ വന്ന ആളുകൾ അവരതെടുക്കുകയും അവിടെയാണ് ഇറാനിയൻ കഫേകൾ ആരംഭിച്ചത്. കോർണറിലുള്ള ഈ ഷോപ്പുകൾ ശരിക്കും പറഞ്ഞാൽ പ്രൈം ലൊക്കേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റി. ആ കാലഘട്ടം എന്ന് പറയുന്നത് മുംബൈയിൽ വ്യവസായങ്ങളൊക്കെ ഇങ്ങനെ മുളച്ചു പൊന്നുന്ന സമയമായിരുന്നു. തുണി മില്ലുകൾ, കോട്ടൺ മില്ലുകൾ, അങ്ങനെ ഒരുപാട് മില്ലുകൾ ആ സമയത്ത് അവിടെ തുടക്കം കുറിച്ചു. അവിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളായിരുന്നു ഈ ഇറാനിയൻ കഫേയിലെ മെയിൻ കസ്റ്റമേഴ്സ്. അഫോർഡബിൾ റേറ്റിൽ പ്രൈം ലൊക്കേഷനുള്ള ഇറാനിയൻ കഫേകൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഹിറ്റായി മാറി. അവിടുത്തെ അലങ്കാരപ്പണികളൊക്കെ ഒരു വ്യത്യസ്തത ഉള്ളതായിരുന്നു. അതിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ ഉള്ളിലെ സംവിധാനങ്ങളും അതിൻ്റെ ചുമരുമൊക്കെ ഒരു പ്രത്യേകത ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ന് ഇറാനിയൻ കഫേകൾ അതിൻ്റെ പ്രതാപം ക്ഷയിച്ച അവസ്ഥയിലാണ്. ഇറാനിൽ നിന്ന് വന്ന ആളുകളുടെ പുതിയ തലമുറ അവർ തിരിച്ചു പോവുകയോ ഈ ബിസിനസ്സിൽ നിന്ന് മാറി മറ്റ് പലതിലേക്കുമൊക്കെ മാറിയതുകൊണ്ട് ആ ഒരു തുടർച്ച ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നൊസ്റ്റാൾജിയ പ്രൊഡക്റ്റാണ്. അതാണ് നമ്മുടെ ഇവിടെയൊക്കെ വീണ്ടും ഇപ്പോൾ ട്രെൻഡിങ് ആയി ഈ ഐറ്റം വന്നിരിക്കുന്നത്.